السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. സ്നേഹധനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണം എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു അൻ-നസ്ർ അല്ലെങ്കിൽ സൂറത്ത് അൽ-ഫത്ഹ് എന്നൊക്കെ അറിയപ്പെടുന്ന സൂറത്തിൽ അവസാനമായി കുറച്ചു കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. ആദ്യം ആ സൂറത്ത് ഒറ്റ തവണ നമുക്കൊന്ന് ഒരുമിച്ച് ഓതിയിട്ട് എന്ത് ചെയ്യാം, വിശദീകരണത്തിലേക്ക് കിടക്കാം. എല്ലാവരും ഒരുമിച്ച് ഓതി, ഞാനടക്കം നമ്മളെല്ലാവരും ഒരുമിച്ച് ഓതി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. وعليكم السلام ورحمة الله. അപ്പോൾ നമ്മൾ ആയത്തുകളുടെ അർത്ഥവും ആശയവും ഒക്കെ ചെറിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞു. അവസാനത്തെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. എന്താണ് തസ്ബീഹ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താ തസ്ബീഹ്? പറഞ്ഞോളേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തലാണോ? പരിശുദ്ധനാണ് എന്ന് വെച്ചാൽ സ്ത്രീകളെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാ പറയണ്ടേ, കേൾക്കണില്ല. അതെ, അതാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും പുകഴ്ത്തലാണ്, വാഴ്ത്തലാന്ന് പറഞ്ഞാൽ തസ്ബീഹിന്റെ അർത്ഥമാവൂല. തസ്ബീഹിന്റെ അർത്ഥം എന്താണ്? ഒരു പോരായ്മയും കുറവും നഖ്സും ഐബും ഒന്നുമില്ലാത്തവനാണ് അല്ലാഹു എന്ന് അല്ലാഹുവിനെ പുകഴ്ത്തലാണ് തസ്ബീഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ വിശദീകരിച്ചൊരു ഏരിയയാണ് തസ്ബീഹും തഹ്മീദും അല്ലേ. അപ്പോൾ ഫസബ്ബിഹ്, നീ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യണം. ഒരു പോരായ്മയും ഒരു നഖ്സുമില്ലാത്തവനാണ്, ഒരു കുറവുമില്ലാത്തവനാകുന്നു അല്ലാഹുവിനെ നീ പ്രഖ്യാപിക്കണം. പിന്നെന്താ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. എന്തിന്റെ കൂടെയാണ് തസ്ബീഹ് ചെയ്യേണ്ടത്? നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുക കൂടി ചെയ്തുകൊണ്ടാണ്, ഹംദ് കൂടി ചെയ്തുകൊണ്ടാണ് തസ്ബീഹ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ ഹംദ്? ഹംദ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ ഉടമസ്ഥൻ എന്നാണോ? എന്താണ് ഹംദ്? എല്ലാവിധ പരിപൂർണമായ വിശേഷണങ്ങളും ഉള്ളവനാണ് റബ്ബ്, ഉള്ളവനാകുന്നു അല്ലാഹു എന്ന് പുകഴ്ത്തലാണ് ഹംദ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ ഒരു പോരായ്മയും കുറവും ഇല്ലാത്തവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്, അല്ലാഹുവിന്റെ സ്തോത്ര കീർത്തനം നടത്തുകയാണ്. എന്നാൽ ഹംദ് എന്ന് പറഞ്ഞാലോ എല്ലാവിധ പരിപൂർണ ഗുണങ്ങളും ഉള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യലാണ് ഹംദ്. അതിൽ ഹംദാണെങ്കിലും തസ്ബീഹ് ആണെങ്കിലും ഒക്കെ അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെയും ആകണം അത് പറയുന്നത് അല്ലെ. മനസ്സിന്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കണം. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പുകഴ്ത്തലാണ്. അപ്പൊ തസ്ബീഹും ഹംദും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ മദ്ഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പുകഴ്ത്തൽ അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. ഒരാളെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ ഇല്ലാത്തവനാണെന്ന് മാത്രം പറഞ്ഞാൽ അതൊരിക്കലും ഒരു പുകഴ്ത്തലല്ല അല്ലെ, അതൊരു പുകഴ്ത്തലാകുന്നില്ല അല്ലെ. അവൻ കള്ളു കുടിക്കാത്തവനാണ്, വിഭജിക്കാത്തവനാന്ന് പറഞ്ഞാൽ പോരാ. എന്നാൽ അവൻ നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞാലോ, അവൻ 5 വക്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവനാണ്,
അവൻ ദീനിന്റെ കാര്യങ്ങൾ നല്ല ശ്രദ്ധയുള്ളവനാണ്. അപ്പൊ ഉള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞ് പുകഴ്ത്തതിലാണ്. അതാണ് കൂടുതൽ അബ്ലഗ്, കൂടുതൽ മദ്ഹുള്ളത്, കൂടുതൽ സ്തുതിയുള്ളത്, കൂടുതൽ പുകഴ്ത്തലുള്ളത് എന്തിലാണ്? അദ്ദേഹത്തിനുള്ള നല്ല ഗുണങ്ങൾ പറയുന്നതിലാണ്. പിന്നെ തസ്ബീഹ് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് പലരും പല മോശപ്പെട്ട കാര്യങ്ങളും പറയുന്നത് കൊണ്ട് അത് നിഷേധിക്കുക എന്നുള്ളത്, അത് അള്ളാഹുവിനെ കുറിച്ച് അതില്ല എന്ന് പറയുക എന്നുള്ളത് ബാധ്യതയാണ്. അള്ളാഹുവിനെ കുറിച്ച് ആളുകൾ കളവ്, വ്യാജമായ ആരോപണങ്ങൾ ഇല്ലാത്തത് പറയുമ്പോൾ അവിടെ അതിനെ നിഷേധിക്കണം, അത് ഇല്ല എന്ന് പറയണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? തസ്ബീഹ് ചെയ്യുന്നു. അപ്പൊ തസ്ബീഹിന്റെ കൂടെ ഹംദും കൂടി ഉണ്ടാകുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റിന്റെ മഹത്വങ്ങൾ പറഞ്ഞ ഹദീസുകൾ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹിന്റെ മഹത്വം പറയുന്നിടത്ത്, അൽഹംദുലില്ലാഹിന്റെ മഹത്വമൊക്കെ പറയുന്നിടത്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചേർത്ത് പറഞ്ഞാൽ ആകാശഭൂമികൾ നിറക്കാൻ മാത്രം അതുണ്ട് എന്ന് പറഞ്ഞു. അതായത് അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞ സമയത്ത് അത്ര മഹത്വം ഇല്ല. കാരണം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വലിയ ഫദ്ല് അതിലുണ്ടാകും, വലിയ അർത്ഥത്തിൽ വലിയ വിശാലത അതിനുണ്ടാകും. അപ്പൊ അങ്ങനെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം, ഹംദിന്റെ കൂടെ തസ്ബീഹ് ചെയ്യണം. പിന്നെയോ വസ്തഗ്ഫിർഹു, അള്ളാഹുവിനോട് താങ്കൾ പാപമോചനം തേടുകയും പാപങ്ങൾ പൊറുക്കാൻ തേടുകയും ആവശ്യപ്പെടണം. ഇന്നഹു കാന തവ്വാബ, അള്ളാഹു ധാരാളമായി തൗബ ചെയ്യാൻ തൗഫീഖ് നൽകുന്നവരും ധാരാളമായി തൗബകൾ സ്വീകരിക്കുന്നവരുമാകുന്നു. അതാണ് തവ്വാബ് എന്ന് പറഞ്ഞാൽ. തവ്വാബ് എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളമായി തൗബ ചെയ്യാൻ തൗഫീഖ് നൽകുന്നവരും ധാരാളമായി തൗബ സ്വീകരിക്കുന്നവരുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പൊ ഇനി പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അവർ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്തിറു മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന ദിക്ർ ധാരാളമായി പറയാറുണ്ടായിരുന്നു. വേറെ ഹദീസുകൾ കാണാൻ സാധിക്കും, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന ദിക്ർ ധാരാളമായി പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറാക തുക്സിറു മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന ദിക്ർ നിങ്ങൾ ധാരാളമായി പറയുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ കാരണം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബ്ബറനി റബ്ബി അന്നി സഅറാ അലാമതൻ ഫീ ഉമ്മതി فإذا رأيتها أكثرت من قولي سبحان الله وبحمده أستغفر الله وأتوب إليه. എന്റെ റബ്ബ് എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം പറയാണ്, എന്റെ റബ്ബ് എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, അന്നി സഅറാ അലാമതൻ ഫീ ഉമ്മതി, എന്റെ ഉമ്മത്തിൽ, എന്റെ ഈ ഉമ്മത്തിൽ ഞാനൊരു അടയാളം കാണും, അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ വാചകങ്ങൾ ധാരാളമായി പറയും. അങ്ങനെ പറയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് എന്ത്? ഫഖദ് റഅയ്തുഹാ, ആ അടയാളം ഞാൻ കണ്ടു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫത്ഹു മക്ക. അപ്പൊ അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ എന്ന് പറഞ്ഞാൽ ആ സഹായം, വിജയം എന്താണ്? ഫത്ഹു മക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അതാണ് അടയാളം. ഞാൻ അടയാളം കാണും, അത് കണ്ടാൽ ഞാൻ ഇങ്ങനെ പറയണമെന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. ആ അടയാളം ഞാൻ കണ്ടു, അതെന്താണ്? ഫത്ഹു മക്കയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തിന്റെ ബാക്കി ഭാഗം പാരായണം ചെയ്തു, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ നിവേദനം ചെയ്യുന്ന ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്തിറു അൻ യഖൂല ഫീ റുകൂഇഹി വസുജൂദിഹി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലും ധാരാളമായി പറയാറുണ്ടായിരുന്നു. എന്താ പറയാറുണ്ടായിരുന്ന? സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. യതഅവ്വലുൽ ഖുർആൻ, ഖുർആനിനെ വ്യാഖ്യാനിക്കുകയായിരുന്നു. അത് ഖുർആനിൽ പറഞ്ഞ കാര്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാക്ടിക്കൽ ആക്കുകയായിരുന്നു, അത് പ്രാവർത്തികമാക്കിയതായിരുന്നു. സുജൂദിലും റുകൂഇലും ഈ പ്രാർത്ഥന ധാരാളമായി ചൊല്ലിയിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതുപോലെ തന്നെ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ
അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്, കാന ഉമറു യുദ്ഖിലുനി മഅ അശ്യാഖി ബദ്രിൻ. ബദ്റിൽ പങ്കെടുത്ത വലിയ മഹാന്മാരായ സഹാബിമാർ, ബദ്റിൽ പങ്കെടുത്ത സഹാബിമാർക്ക് സഹാബത്തിന്റെ ഇടയിൽ വലിയ സ്ഥാനമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അഷ്യാഖു ബദർ, ബദ്റിലൊക്കെ പങ്കെടുത്ത വലിയ ഷെയ്ഖുമാർ, സഹാബിമാരുടെ ഇടയിൽ ചില ആളുകൾ ഷെയ്ഖുമാർ എന്നൊരു വിശേഷിപ്പിക്കുകയാണ് ബദ്റിലൊക്കെ പങ്കെടുക്കാൻ തൗഫീഖ് ലഭിച്ച ആളുകൾക്ക്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു എന്നെ കൂടി പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു മജ്ലിസുകളിൽ. ഉമർ റളിയല്ലാഹു അൻഹു ബദ്റിൽ പങ്കെടുത്ത ആളുകളുമായുള്ള കൂടിയാലോചനകളിൽ എന്നെ കൂടി പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നു. ഫഖാല ബഅദുഹും, അപ്പൊ അവരിൽ ചില ആളുകൾ പറഞ്ഞു, ലിമ തുദ്ഖിലു ഹാദൽ ഫതാ മഅനാ വലന അബ്നാഉൻ മിസ്ലുഹു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരനെ നമുക്കിടയിൽ പ്രവേശിപ്പിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഈ ചെറുപ്പക്കാരന്റെ പ്രായത്തിലുള്ള മക്കൾ നമുക്കൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഈ മജ്ലിസിൽ നിങ്ങൾ കയറ്റുന്നില്ലല്ലോ, എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ മാത്രങ്ങൾ നമ്മളെ മജ്ലിസിൽ കയറ്റുന്നത് എന്ന് ചോദിച്ചു. അപ്പോ പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, ഇന്നഹു മിമ്മൻ ഖദ് അലിംതും. പിന്നെ ഫദആഹും ദാത യൗമിൻ വദആനി മഅഹും. അതായത് എന്നിട്ട് എന്ത് ചെയ്യാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം എന്നെ വിളിച്ചു, എന്നിട്ട് അവരെയും വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാം, വമാ റുഈതുഹു ദആനി യൗമഇദിൻ ഇല്ലാ ലിയുരിയഹും മിന്നി. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു എന്നെ അവരുടെ അടുക്കിലേക്ക് വിളിച്ചത് എന്റെ കയ്യിലുള്ളത് എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്, എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് എന്താണ് അവിടെ ഉണ്ടായ സംഭവം? എന്നിട്ട് അദ്ദേഹം പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കൂടിയ സ്വഹാബിമാരോട് ചോദിച്ചു, മാ തഖൂലൂന ഫീ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഹത്താ ഖതമ അസ്സൂറ. ഈ സൂറത്ത് പൂർണ്ണമായും മോദിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ സൂറത്തിന്റെ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച്, ഈ സൂറത്തിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോ അവിടെ കൂടിയ സഹാബിമാർ ചില ആളുകൾ പറഞ്ഞു, ഫഖാല ബഅദുഹും ഉമിർനാ അൻ നഹ്മദല്ലാഹ വനസ്തഗ്ഫിറഹു ഇദാ നസറനാ വഫത്ഹ അലൈനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾക്കെതിരെ നമ്മളെ സഹായിച്ച് നമുക്ക് വിജയമൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യണം, ഹംദ് ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നൊക്കെയാണ് ഈ സൂറത്ത് നമുക്ക് മനസ്സിലായത്. വേറെ ചില ആളുകൾ ഖാല ബഅദുഹും ലാ നദ്രി, നമുക്കറിയില്ല എന്ന് പറഞ്ഞു. വേറെ ചില ആളുകൾ എന്താ നമുക്കറിയില്ല എന്ന് പറഞ്ഞു. ഔ ലം യഖുൽ ബഅദുഹും ഷൈൻ, വേറെ ചില ആളുകൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്നിട്ട് എന്ത് ചെയ്തു, ഫഖാല ലി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അകദാക തഖുൽ, ഇവർ പറഞ്ഞ പോലെ തന്നെയാണോ നിന്റെ അഭിപ്രായം? നീയും അത് തന്നെയാണോ പറയുന്നത് എന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതല്ല എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ പറഞ്ഞ ആശയവും അർത്ഥവും തെറ്റാന്നല്ല, പക്ഷെ അതിനേക്കാൾ അത് പ്രകടമായി തന്നെ ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് ആഴത്തിൽ അതിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത്, അതാണ് ഉമർന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം. അതാണ്, അതുകൊണ്ടാണ് ചില സഹാബിമാരി അർത്ഥം പറയാതെന്നതും, കാരണം അതിപ്പോ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിന്റെ അപ്പുറത്ത് എന്താന്ന് ഇതിൽ കിട്ടുന്ന ഒരു രഹസ്യം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം എന്താണ്, അതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചതിന്റെ ഉദ്ദേശം. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അല്ലെ അതല്ല ഞാൻ പറയുന്നത്, അത് മാത്രം മനസ്സിലാക്കിയ പോരാ ആ സൂറത്തിൽ നിന്ന്. അപ്പൊ ചോദിച്ചു, ഫമാ തഖൂൽ, അങ്ങനെയാണ്, എന്താ നിന്റെ അഭിപ്രായം, എന്താ നിനക്ക് മനസ്സിലായത്? അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമഹു അല്ലാഹു ലഹു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ഫത്ഹു മക്ക ഫദാക അലാമതു അജലിക ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. എന്താണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്? ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജൽ, മരണസമയത്തെ കുറിച്ചുള്ള അറിയിപ്പാണ് അത്. അഅലമഹു അല്ലാഹു ലഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ മരണസമയം അടുത്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അറിയിച്ചതാണ് ഈ സൂറത്ത്. എന്നിട്ട് അദ്ദേഹം പറയാം, ഇദാ ജാഅ റസൂലുള്ളാഹി വൽ ഫത്ഹ് എന്ന് പറഞ്ഞ ഫത്ഹു മക്കയാണ്, മക്കയുടെ വിജയമാണ്. ഫദാക അലാമതു അജലിക്, മക്ക ജയിച്ചടക്കിയാൽ പിന്നെ പ്രവാചകരെ താങ്കളുടെ മരണസമയത്തിന്റെ അടയാളമാണ് അത് എന്നുള്ള അറിയിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതുകൊണ്ട് മരണസമയം അടുത്തിട്ടുണ്ട്, ഇനി ധാരാളമായി തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും ഒക്കെ താങ്കൾ ചെയ്തു കൊള്ളുക, മരിക്കാനായിട്ടുണ്ട്, സമയം അടുത്തിട്ടുണ്ട് എന്നുള്ള അറിയിപ്പാണത് എന്ന്
പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഅലമു മിൻഹാ ഇല്ലാ മാ തഅലം. എന്താണോ നീ മനസ്സിലാക്കിയത് അതന്നെയാണ് ഞാനും മനസ്സിലാക്കിയത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫത്ഹും നസ്റും അടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ പൂർത്തീകരണമാണ്. ദൗത്യം പൂർത്തിയാക്കിയ പിന്നെ പ്രവാചകന്മാർക്ക് ദുനിയാവിൽ റോഡില്ല. ഒരു പിന്നെ പെട്ടെന്ന് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകും. അവരുടെയും ആഗ്രഹം എന്താ? അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകലാണ്. പ്രവാചകന്മാർക്ക് മരണസമയമാകുന്നതിന് മുമ്പ് തന്നെ അറിയിപ്പ് കിട്ടും. അള്ളാഹു വഹി കൊടുക്കും, നിങ്ങളെ മരണസമയം എടുത്തിട്ടുണ്ട്, മരിക്കാനായിട്ടുണ്ട്. ഇത് പ്രവാചകന്മാർക്ക് നേരത്തെ അള്ളാഹു വഹി കൊടുക്കും. ആ അറിയിപ്പ് കിട്ടാതെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് മലക്കുൽ മൗത്ത് മനുഷ്യരൂപത്തിൽ വന്നപ്പോഴാണ് മൂസാ നബി എന്ത് ചെയ്തത്? അടിച്ച് കണ്ണു പൊട്ടിച്ചത്. മനസ്സിലായോ? മൂസാ നബിക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല, മരിക്കാനായിക്കണമെന്നുള്ള അറിയിപ്പ് അള്ളാഹു കൊടുത്തിട്ടില്ല. അപ്പൊ മൂസാ നബിന്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നാണ്ട് പറയാണ്, മൂസാ നബിന്റെ കണ്ണിൽ മനുഷ്യനാണ്, മലക്കല്ല. മനുഷ്യൻ വന്നാണ്ട് പറയാണ്, ഞാൻ നിങ്ങളെ റൂഹിനെ പിടിക്കാൻ വന്നാണ് പറഞ്ഞാലോ നമ്മളെന്താ ചെയ്യാ? കൊല്ലാൻ വന്നാന്നല്ല മനസ്സിലാക്കുക. ആ മനസ്സിലാക്കി ഒരടിയണ്ട് കൊടുത്തു, കണ്ണു പൊട്ടി. മനുഷ്യരൂപത്തിന്റെ കണ്ണ് പൊട്ടി. അപ്പൊ അതിന്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് അടിച്ചത്? മുമ്പ് അറിയിപ്പ് കിട്ടിയിട്ടില്ല. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിനെ ഒരുപാട് ഹദീസ് നിഷേധികൾ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് പോയി എന്നല്ലാതെ ഹദീസിനൊരു പ്രശ്നവുമില്ല. അപ്പോ പിന്നെ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് ഇന്നഹു കാന തവ്വാബ. വിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണത്. സൂറത്തു നിസാഇന്റെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ കാന തവ്വാബൻ റഹീമ. അല്ലാഹു ഏറെ തൗബ സ്വീകരിക്കുന്നവനും തൗബ ചെയ്യാൻ തൗഫീഖ് നൽകുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. സൂറത്തു ശൂറയുടെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. അവനാകുന്നു അവന്റെ അടിമകളിൽ നിന്നും തൗബ സ്വീകരിക്കുന്നത്. തൗബ സ്വീകരിക്കുന്ന ആരാ? അള്ളാഹുവാണ്. എന്നിട്ട് വേറെ ചില ആളുകൾ ഇവിടെ പറയാണെന്ത്? റസൂലുള്ളയാണ്, അല്ലെ, ഇന്ന തങ്ങന്മാരാണ്, ഇന്ന ബീവിമാരാണ്, ഇന്ന ഭാവന്മാരാണ്. അള്ളാഹു പറയാം, അവനാകുന്നു അവന്റെ അടിമകളിൽ തൗബ സ്വീകരിക്കുന്നത്. അപ്പൊ ഇവര് പറയാം, അല്ല, അവര് മാത്രല്ല, വേറെ ചില ആളുകളൊക്കെ ഉണ്ട്. പാപങ്ങൾ വിട്ടുകൊടുക്കുന്നവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ അള്ളാഹു ആകുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രത്യേകത റബ്ബ് എടുത്തു പറയാം. എന്നിട്ട് ആ പ്രത്യേകത വേറെയുള്ളവർക്ക് ഉണ്ടെന്നവര് ഇതിന്റെ പേര് തന്നെയാണ് ശിർക്ക്. ഇതന്നെയാണ് ശിർക്ക്. അള്ളാഹുവിന്റെ പ്രത്യേകത അള്ളാഹു അല്ലാത്തവർക്ക് ഉണ്ടെന്ന് പറയാം. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ സൂറത്തിൽ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില ഗുണപാഠങ്ങൾ. ഒന്നാമത്തെ പാഠം എന്താന്ന് വെച്ചാൽ, നല്ല കാര്യങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ട് അവസാനിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നിസ്കാരം, ഹജ്ജ്, മറ്റുള്ള ഏത് കർമ്മവുമായിക്കോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹംദും ഇസ്തിഗ്ഫാറും നിർവഹിക്കുവാൻ പറഞ്ഞ സന്ദർഭം ഏതാ? അല്ലെ, താങ്കളുടെ ദൗത്യം അവസാനിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിൽ നിർവഹിച്ച ഏറ്റവും മഹത്തായ ദൗത്യം എന്താ? പ്രവാചകത്വ ദൗത്യം. ഒരു മനുഷ്യനെ പടച്ചോൻ കൊടുത്ത മനുഷ്യന്മാരിൽ അള്ളാഹു കൊടുക്കുന്ന തൗഫീഖ് കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉന്നതമായ പ്രവർത്തനം നുബുവത്തിന്റെ പ്രവർത്തനം, അല്ലെ, പ്രവാചകനാകാൻ കഴിയുക. ആ പ്രവാചകത്തെ ദൗത്യം പൂർത്തിയായി. അപ്പോ ഒരു നല്ല കാര്യം പൂർത്തിയായി, അല്ലെ, ഒരു മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് പൂർത്തിയാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച എന്താ? ഹംദും ഇസ്തിഗ്ഫാറും ചെയ്യണം, അല്ലെ. അപ്പോ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ എപ്പോഴും ഹംദും ഇസ്തിഗ്ഫാറും ഉണ്ടാകണം. പ്രത്യേകിച്ചും ഓരോ നല്ല കാര്യം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മരണത്തിലേക്ക് അടുക്കുകയാണ്. ഇവിടെയും അതന്നെയാണ് സന്ദർഭം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം പൂർത്തിയാക്കി മരണത്തിലേക്ക് അടുക്കുകയാണെന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോഴാണ്, ആ സമയത്താണ് അള്ളാഹു എന്ത് പറഞ്ഞത്? ഇനി ധാരാളമായി ഹംദും ഇസ്തിഗ്ഫാറും നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചന കൊടുക്കുന്നത്. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവന്റെ മരണം അടുക്കുന്നു എന്നുള്ള ചിന്ത അവന് ഉണ്ടായിക്കൊണ്ടിരിക്കണം, അല്ലെ. അവൻ ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും റബ്ബിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്ത നന്മകൾ ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കും, അല്ലെ. ആ ഒരു വിചാരം മനുഷ്യനുണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഏത് നന്മ, അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് പറയണത്? അസ്തഗ്ഫിറുല്ലാഹ് 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 3 തവണ പറയുന്നത്, അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ ഓരോ നന്മകളുടെ അവസാനത്തിലും നമുക്കത് പഠിപ്പിക്കപ്പെട്ടത് അത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാനുള്ള വലിയ പ്രേരണ ഈ സൂറത്തിലൂടെ നൽകുന്നുണ്ട്, അല്ലെ.
പിന്നെ ഓരോ നന്മകൾ അവസാനിക്കുമ്പോഴും ഒരു മനുഷ്യന് എപ്പോഴും ഉണ്ടാകേണ്ട ചിന്ത എന്താ? നിസ്കാരം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നിസ്കരിച്ചു എന്നുള്ള ചിന്ത അല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. പലപ്പോഴും നമുക്ക് ആ ചിന്തയാണ് വരും. നമ്മളെന്താ വരുന്നത്? പടച്ച റബ്ബേ നിസ്കരിച്ചു, ഈ നിസ്കാരത്തിൽ പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടോ, കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതുണ്ടെങ്കിൽ പടച്ച റബ്ബേ പുറത്തു തരണേ, അത് സ്വീകരിക്കണേ എന്നുള്ള ചിന്ത. അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞാൽ എന്ത് പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞാൽ എന്താ പറയേണ്ടി? അൽഹംദുലില്ലാഹ് നിസ്കരിച്ചു. അതല്ലല്ലോ പറയാൻ പഠിപ്പിക്കപ്പെട്ടത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താ പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ്. റമളാനിന്റെ അവസാനത്തിൽ എന്ത് പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്തു, രാത്രി ദീർഘമായി നിസ്കരിച്ചു, നോമ്പ് നോറ്റു, നന്മകൾ കൊണ്ട് സജീവമാകുന്ന പകലുകളും രാത്രികളുമാണ് റമളാൻ. ആ റമളാന്റെ അവസാനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് എന്താ? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അത് ഒരാൾ ഒറ്റക്കാവുമ്പോ അന്നി, കുറെ ആളുകൾ ഉണ്ടാവും അന്ന. അപ്പോ അതെന്തുകൊണ്ടാ അങ്ങനെ? ഇല്ല, കരീം ദുർബലമാണ്, വൈഫാണ്. കരീം എന്ന റിപ്പോർട്ട് വൈഫാണ്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ റമളാനിൽ ഒരുപാട് നന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. രാത്രി നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് എടുത്തിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ദിക്റുകൾ നിർവഹിച്ചിട്ടുണ്ട്, അല്ലാത്ത സമയത്ത് ചെയ്ത ഒരുപാട് കാര്യം. പക്ഷെ അതിലൊക്കെ പാകപ്പിഴവുകൾ ഉണ്ടാവും, കുറവുകൾ ഉണ്ടാവും, പോരായ്മകൾ ഉണ്ടാവും. അതുകൊണ്ട് പടച്ചവനെ വിട്ടുവീഴ്ച ചെയ്യണേ, പുറത്തു തരണേ, അതിനുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണമേ. അപ്പൊ ഏത് നന്മ നമ്മൾ ചെയ്യുമ്പോഴും ഞാൻ ഉഷാറാണെന്നുള്ള ഉജുബിന്റെ ചിന്ത ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല. അതിൽ ഒരുപാട് പോരായ്മകളും കുറവുകളും വന്നിട്ടുണ്ടാകുമെന്നുള്ള ബേജാറാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് നമ്മൾ ധാരാളമായി റബ്ബിനോട് ഇസ്തിഗ്ഫാറിന് തേടലും, പടച്ചവനെ പുറത്തിരുന്നാൽ ചിന്ത ഉണ്ടാവലും, പടച്ചവനെ സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകലും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത ഓരോ സൽക്കർമ്മങ്ങളും പടച്ചവൻ സ്വീകരിക്കാതെ കൂല. നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മവും റബ്ബ് സ്വീകരിക്കും. പക്ഷെ എപ്പോഴാ സ്വീകരിക്കുക? അത് സൽക്കർമ്മം ആവുമ്പോഴാണ് സ്വീകരിക്കുക. അത് സൽക്കർമ്മം എന്ന് പറഞ്ഞ ക്വാളിറ്റിയിലേക്ക് എത്താനുള്ള ആ ഒരു വിശേഷണം നൽകപ്പെടാവുന്ന ക്വാളിറ്റി അതിനില്ലെങ്കിലോ പിന്നെ സ്വീകരിക്കാത്തതിന് പഠിച്ചോൻ പ്രശ്നക്കാരനാണോ? അല്ല. ആ രൂപത്തിൽ ആ കർമ്മം ചെയ്യാത്ത നമ്മളാണ് അവിടെ പ്രശ്നക്കാരൻ. അപ്പൊ ഞാൻ ഉഷാറായിട്ട് ചെയ്തു എന്നുള്ള ചിന്ത ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് പഠിച്ചോൻ സ്വീകരിക്കൂല എന്നുള്ള ആ ഒരു പിന്നെ അത് പ്രശ്നമായി മാറുന്നത്. എന്റെ ചെയ്തിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്റെ ഇഖ്ലാസിൽ കുറവുണ്ട്, ഖുശൂഇൽ കുറവുണ്ട്, ഞാൻ നിസ്കരിച്ചപ്പോൾ എന്റെ മനസ്സാന്നിധ്യം എനിക്ക് അത്ര ഇല്ലായിരുന്നു, ഞാൻ എടുത്ത നോമ്പുകളിൽ പല പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞിട്ടുണ്ട്, കാണാൻ പാടില്ലാത്ത പലതും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഷർത്തും ഫർളും പാലിക്കുന്നതിൽ എനിക്ക് പോരായ്മകൾ വന്നിട്ടുണ്ടാകും എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നെ നമ്മൾ സ്വീകരിക്കപ്പെടുകയില്ലോ ഇല്ലയോ എന്നുള്ള പേടി നമുക്ക് വരുന്നത് പടച്ചോൻ നീതിയില്ലാത്തവനായതുകൊണ്ടല്ല, നമ്മുടെ കർമ്മത്തിൽ പോരായ്മ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് എന്ത് ബോധം ഉണ്ടാകേണ്ടത്? സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ള ബേജാറുണ്ടാകേണ്ടത്. രണ്ടും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷർത്തും ഫർളും പാലിക്കപ്പെട്ട് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ എന്ത് ചെയ്യും? സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. നമ്മുടെ പ്രാർത്ഥനകൾ റബ്ബ് സ്വീകരിക്കും, നമ്മുടെ ഇബാദത്തുകൾ റബ്ബ് സ്വീകരിക്കും. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അവരെനിക്ക് ഉത്തരം ചെയ്യട്ടെ, എന്റെ അടിമകൾ എന്നിലേക്ക് തിരിയട്ടെ എന്നൊക്കെ എത്ര ആയത്തിൽ റബ്ബ് പറയുന്നുണ്ട്. പടച്ചവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളിൽ കുറവും പോരായ്മയുണ്ടോ എന്നുള്ള ചിന്ത, അത് കാരണം പടച്ച റബ്ബ് സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ബേജാർ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ആ ബേജാറായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബിമാർക്കൊക്കെ ഉണ്ടായിരുന്നത്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, പിന്നെ ഹൃദയങ്ങൾ നടുങ്ങിക്കൊണ്ട് അവർ നൽകുന്നതൊക്കെയും നൽകുന്നവരാണ്, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അപ്പൊ എന്തുകൊണ്ടാണ് അവർ ഹൃദയങ്ങൾ നടുങ്ങിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്? അവര് പിന്നെ വ്യഭിചരിക്കുന്നവരും മോഷ്ടിക്കുന്നവരൊക്കെ ആണോ? അങ്ങനെ ഹറാമുകൾ ചെയ്യുന്നവരാണോ? അതുകൊണ്ടാണോ? സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൽ പേടിച്ചുകൊണ്ട് ചെയ്യണം, അതുകൊണ്ടാണോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? അതല്ല, അതുകൊണ്ടല്ല അവർ പേടിക്കുന്നത്. അവരിൽ ഇത് സ്വീകരിക്കപ്പെടുകയില്ലയോ എന്നുള്ള പേടിയാണ് അവർക്ക് അതിന്റെ കാരണം. സ്വതക്കകൾ സ്വീകരിക്കപ്പെടില്ല എന്നുള്ള പേടി. എന്താ കാരണം? എന്റെ സ്വതക്കയിൽ ഹറാമുകൾ കലർന്നിട്ടുണ്ടാകുമോ? എന്റെ സ്വതക്കയിൽ, ഞാൻ ചെയ്ത സ്വതക്കയിൽ റിയാ കടന്നു വന്നിട്ടുണ്ടാകുമോ?
ഞാൻ ചെയ്ത സ്വതക്കയിൽ ഇഖ്ലാസിന്റെ പോരായ്മ ഉണ്ടാകുമോ? ആ പേടി നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ പേടി ഉണ്ടാകുമ്പോഴേ നമുക്ക് ഉജുബ് വരാതിരിക്കുള്ളൂ. ഞാൻ തിരക്കടില്ല എന്നുള്ള ചിന്ത ഇല്ല. ആ ചിന്ത വന്നാൽ ഒരു മനുഷ്യൻ നരകത്തിൽ ആപതിക്കുന്നത് മാത്രം മതി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ സൂറത്തിൽ നമ്മൾ സൂറത്തുൽ മസദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അതിൽ പ്രവാചകത്വത്തിന്റെ തെളിവുണ്ട്. ഖുർആൻ അള്ളാഹുവിൻ്റെതാണ് എന്നുള്ള തെളിവ് അതിലുണ്ട്. അതന്നെ ഈ സൂറത്തിലുണ്ട്. അല്ലെ, മക്ക ജയിച്ചടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു പ്രഖ്യാപിക്കുകയാണെന്ത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അപ്പൊ അത് വരും, ഫത്ഹ് വരും. യദ്ഖുലൂന അന്നാസു ഫീ ദീനില്ലാഹി അഫ്വാജ. ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കും. റബ്ബ് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപിച്ചത് അതുപോലെ പിന്നെ സംഭവിക്കുകയും ചെയ്തു. അല്ലെ, മക്ക ജയിച്ചടക്കി എന്ന് മാത്രമല്ല, വലിയ വിജയം ഇസ്ലാമിന് പിന്നീട് ഉണ്ടായി. കൂട്ടം കൂട്ടമായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. റസൂലുള്ളാഹി നമ്മുടെ ഹയാത്തിൽ തന്നെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഖുർആൻ അള്ളാഹുവിന്റെ സന്ദേശമാണ്, റബ്ബിൽ നിന്നുള്ളതാണെന്നുള്ള തെളിവായി ഇത് തന്നെ ധാരാളം ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു അത്ഭുതമാണ്. അതുപോലെ തന്നെ പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞ റുക്കൂലും സുജൂദിലും ഉള്ള തസ്ബീഹും അതുപോലെ ഹംദും ചൊല്ലുന്നതിന്റെ റുക്കൂലും സുജൂദിലും ചൊല്ലണം എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തത് എവിടുന്ന? ഈ ആയത്തിൽ നിന്നാണ്. അപ്പൊ ഈ ആയത്തിൽ അത് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിലുള്ളത്. തഫ്സീറിൽ സ്ഥിരപ്പെട്ടു വന്ന ദിക്റാണ് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി. റുകൂഇലും സുജൂദിലും നിർവഹിക്കുന്ന ഒരുപാട് ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. വ്യത്യസ്ത ദിക്റുകൾ, അതൊക്കെ നമുക്ക് മാറ്റി മാറ്റി ചൊല്ലലാണ് ഏറ്റവും അഫ്ദൽ. സുബ്ഹാന റബ്ബിയൽ, നമ്മൾ ഒന്ന് പഠിച്ചത് മാത്രം ചൊല്ലാണ് പൊതുവെ ചെയ്യുക. അത് ചെയ്യാതെ എന്ത് ചെയ്യുക? മാറ്റി മാറ്റി ചൊല്ലിയാൽ എന്ത് ചെയ്യും? അതിന്റെ കൂലി. പിന്നെ അത് മാത്രമല്ല, ഒരു ദിക്റ് മാത്രമേ പിന്നെ സുജൂദിലും റുക്കൂലും ചൊല്ലാവുന്നില്ല. ഒന്നിലധികം ദിക്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? ചൊല്ലാം. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് ചൊല്ലി അതേ സുജൂദിൽ തന്നെ നമുക്ക് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി ചൊല്ലാം. അവിടെ തന്നെ നമുക്ക് എന്ത് പറയാം? സുബ്ഹൂന ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി റൂഹ് ചൊല്ലാം. അവിടെ തന്നെ നമുക്ക് അല്ലാഹുമ്മ ഇഗ്ഫിർലി മാ ഖദ്ദംതു മാ അഖർതു മാ അസ്റർതു മാ അലൻതു. അങ്ങനെയല്ല, ഇതിന് അല്ലാഹുമ്മ ഇഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു അവ്വലഹു ആഖിറഹു അലാനിയതഹു സിർറഹു. അങ്ങനെ ഒരുപാട് ദിക്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കൊണ്ട് കഴിയണതൊക്കെ എന്ത് ചെയ്യാൻ? പലതും ചെറിയ ദിക്റുകളാണ്. മാറ്റി മാറ്റി ചൊല്ലിയാൽ, ഒന്ന് മാറ്റി ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് നിസ്കാരത്തിൽ ഒരു ഖുശൂഉം മനസാന്നിധ്യമൊക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ അതിന്റെ പിന്നെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരും. ഒരു ബോധം, നിസ്കാരത്തിൽ കൂടുതൽ ബോധം നമുക്കുണ്ടായിത്തീരുന്നുള്ളതാണ്. അതൊക്കെയാണ് പ്രത്യേക കാര്യമായും ഈ സൂറത്തിൽ നമുക്ക് കിട്ടാനുള്ള ഗുണപാഠങ്ങൾ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇപ്പോൾ ഫത്ഹ് നസ്റൊക്കെ വരുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലേ, വിജയം വരുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമ്പോൾ റബ്ബിനെ ശുക്ർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണെന്ത്? തസ്ബീഹും തഹ്മീദും ചെയ്യുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് ഈ സൂറത്തിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠമാണ്. അതുപോലെ ഉജ്ബ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നമ്മൾ തിരക്കടില്ല, നമ്മൾ കർമ്മങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്തു എന്നല്ല ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇസ്തിഗ്ഫിറുഹു എന്ന് പടച്ചോൻ പറയില്ലായിരുന്നു. അല്ലേ, നമ്മുടെ കർമ്മങ്ങളിൽ പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, ഔദാര്യം കൊണ്ട് അത് പുറത്തു നിന്ന് എന്ത് ചെയ്യണം? നമ്മളെ കൈച്ചിലാക്കണം, നമ്മളെ രക്ഷപ്പെടുത്തണം. എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറഞ്ഞല്ലോ, ലൻ യദ്ഖുല അഹദും മിൻകുമുൽ ജന്നത ബിഅമലിഹി, നിങ്ങളിൽ ഒരാളും അവന്റെ അമൽ കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളും അമൽ കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂലേ? വലാ അന,
ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി വഫദ്ലിഹി. അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും എന്നെ വലയം ചെയ്താലല്ലാതെ ഞാൻ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. റബ്ബിന്റെ ഔദാര്യവും ഫضലും ഒരിക്കലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പിന്നെ ഒരു വില കൊടുക്കലല്ല, അല്ലെ? 5 റുപ്യ കൊടുത്തൊരു സാധനം വാങ്ങണ പോലല്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു വിലയും പരലോകത്ത് ഉണ്ടാവില്ല, ഒരു വിലയും പരലോകത്ത് ഉണ്ടാവുകയില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തിനാ? അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയെടുക്കാനാണ്. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അവന്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും നമ്മളെ പൊതിയുകയും ചെയ്താൽ നമ്മൾ പരലോകത്ത് കഴിച്ചിലാവും. പടച്ചോന്റെ ഇഷ്ടം നേടിയെടുക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിഗണിക്കണം, അവന്റെ ഔദാര്യം നമുക്ക് കിട്ടണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർമ്മങ്ങള്. അല്ലാതെ നമ്മൾ ചെയ്താൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തു, പടച്ചോൻ നമുക്ക് തരാൻ ബാധ്യസ്ഥനാണ് എന്നർത്ഥത്തിലല്ല നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അള്ളാഹു ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് ഞാൻ പ്രതിഫലം തരാം എന്ന് റബ്ബ് ഏറ്റെടുത്തതാണ്. പക്ഷെ ആ ഏറ്റെടുപ്പിൽ നമ്മൾ അർഹരാണോ എന്നുള്ള പേടിയും ബേജാറും നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് നമ്മെ പരലോകത്ത് വലയം ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞിരുന്നു, സൂചിപ്പിച്ചിരുന്നു, പിന്നെ നമ്മളെ സംഘാടകർ പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ നേരിട്ട് അറിയിക്കാന്ന് പറഞ്ഞു. ചൊവ്വാഴ്ചകൾ, എല്ലാ ചൊവ്വാഴ്ചകളിലും ഫൈസൽ മൗലവി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു കിതാബ് വായന ആരംഭിച്ചിട്ടുണ്ട്. കുറെ മുമ്പ് ഉണ്ടായിരുന്ന സംഭവം പിന്നെ നിന്നുപോയി, പിന്നെ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും മഗ്‌രിബ് മുതലാണ് അതിന്റെ സമയം. പിന്നെ പുളാപ്പീസ് ജാമ്യക്ക് കയറുന്ന അവിടെയാണ്, ദാറുൽ ഹദീസ് എന്ന് പറഞ്ഞ നമ്മളെ പുതിയ സ്ഥാപനം, അവിടെയാണ് വായന ഉണ്ടായാലും. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അതിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്നെ ഉസ്താദിനോട് ക്ലാസിന്റെ കാര്യം എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച മീറ്റിംഗിൽ ദിവസം ഉറപ്പിച്ചതിന്റെ ശേഷം എന്ത് ചെയ്യാം, ക്ലാസിന്റെ ദിവസം മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. നമ്മളോട് കൂടി ആലോചിച്ചിട്ട്. അപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ വായന ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ചൊവ്വാഴ്ച ആ വായനയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് വേറെ ദിവസത്തേക്ക് മാറ്റാൻ പറ്റുമോ? ബുധനാഴ്ച ആക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വായനയിലും പങ്കെടുക്കാം, നമ്മുടെ ക്ലാസ് മുടങ്ങൂല ഇൻഷാ അല്ലാഹ്. ബുധനാഴ്ച ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ, ബുധനാഴ്ച ആക്കാം ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അപ്പോൾ ഞാൻ വായനക്ക് വേണ്ടിയിട്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ സൂറത്ത് അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സൂറത്ത് ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇരിക്കുന്ന ഇരുത്തങ്ങളും കൂടിയ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടലുകളും എല്ലാം അവൻ്റെ പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന അമലുകളായി റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ പോരായ്മകളും പാകപ്പിഴവുകളും പുറത്തു നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിവിശാലമായ കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഭാഗമായി നരകശിക്ഷയിൽ നിന്ന് നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുമെല്ലാം ഖബർ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സൗഖ്യമുള്ള സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും ഏറ്റവും സൗഖ്യമുള്ള ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്നും വ്യത്യസ്ത ആളുകൾ അനുഭവിക്കുന്ന സാമ്പത്തികമായതും അല്ലാത്തതുമായിട്ടുള്ള വ്യത്യസ്ത പ്രയാസങ്ങൾ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല വഹാബായ മന്നാനായ റബ്ബ് എല്ലാവരുടെയും എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം പുറത്ത് പിന്നെ അതിന് ദൂരീകരണം നൽകി അതിൽ നിന്നുള്ള മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ കുറച്ച് സമയമല്ലേ ക്ലാസ് എടുത്തത്, അപ്പോൾ ഇപ്പോൾ പിന്നെ കുറച്ച് സമയം വന്നത് മുതലായില്ല എന്നൊന്നും വിചാരിക്കേണ്ട എന്നുള്ളതുകൊണ്ടൊരു കാര്യം പറയാം. പണ്ട് കാലത്തൊക്കെ സ്വഹാബിമാരും താബീങ്ങളും താബീങ്ങളൊക്കെ കാലഘട്ടത്തിൽ ഒരു ഹദീസിന് വേണ്ടിയായിരുന്നു 2 മാസം ഒക്കെ യാത്ര ചെയ്തിരുന്നത്. ഒരു ഹദീസിന്, ഒരു വാചകത്തിന്, ഒരു കഷ്ണത്തിന്. ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് ഒരു ക്ലാസ്സിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ പലപ്പോഴും ആളുകൾക്ക് എന്താണ്, ഒരു ക്ലാസ്സിൽ എത്ര ഹദീസും എത്ര ആയത്തും എത്ര കാര്യങ്ങളും നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ദീന് പഠിക്കാൻ വേണ്ടി, അത് എത്ര ദീനിൽ പെട്ടല്ല ഖുർആനും സുന്നത്തും പഠിക്കാൻ വേണ്ടി അത് എത്ര ചെറിയ ഒരായത്താണെങ്കിലും ഹദീസാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും പരലോകത്ത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ എത്ര പലപ്പോഴും ആളുകൾ
പിന്നെ ഇത് കണക്ക് കൂട്ടുന്ന രീതിക്കൊരു പ്രശ്നമുണ്ട്. ഈ ദീന് പഠിക്കുന്ന കാര്യം നമ്മൾ കണക്ക് കൂട്ടൽ എങ്ങനെ വെച്ചാൽ പലരും മിക്ക ആളുകളും കണക്ക് കൂട്ടൽ എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടുന്നാണ്ട് വന്ന് അവിടെ പോയി ഇരുന്ന് അതിനകത്തും അങ്ങനെ ഒന്നും പോയാൽ മുതലാവുന്ന ഒരു വിഷയമല്ല. അപ്പം അത് കുറച്ച് സമയമല്ലേ, ഒരു അരമണിക്കൂർ 1 മണിക്കൂറല്ലേ, ഇപ്പം ഇത്ര റിസ്ക് എടുത്ത് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുക. നമ്മൾ എത്ര കണ്ട് പിന്നെ വിവരം നമുക്ക് കിട്ടുന്നുണ്ട്, എത്ര കുറേ കിട്ടുന്നുണ്ടോ കുറച്ചാണോ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. ഈ കുറച്ച് എന്നുള്ളതല്ല കൂലി കിട്ടുന്ന രംഗത്ത് പടച്ചോൻ എന്ത് ചെയ്യാ പരിഗണിക്കാം. അള്ളാഹിന്റെ അടുത്ത് കൂലി കണക്കൂട്ടുന്ന രീതി എങ്ങനെ? പടച്ചോൻ എങ്ങനെ കൂലി കണക്കൂട്ടുക? അതൊക്കെ ഉണ്ട് ആ നീയത്തിനനുസരിച്ച്. പക്ഷെ പടച്ചോൻ എങ്ങനെ കണക്കൂട്ടുന്ന അറിയോ? നമ്മൾ എടുത്ത പണിയാണ്, നമ്മുടെ സഈനാണ്. ദുനിയാവിൽ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒരു 2 വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. ഒരാൾ 2 മണിക്കൂർ പഠിച്ചു, ഒരാൾ 1 മണിക്കൂർ പഠിച്ചു. 1 മണിക്കൂർ പഠിച്ച ആള് നല്ല ബുദ്ധിയുള്ള ആളാണെങ്കിൽ ഓനെ ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടും. 2 മണിക്കൂർ പഠിച്ച ആള് ബുദ്ധി കുറഞ്ഞ ആളാണെങ്കിൽ ജസ്റ്റ് പാസ്സാവുള്ളൂ ചിലപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോ ദുനിയാവിൽ പരീക്ഷ പേപ്പർ ഉത്തരം കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? കുറച്ച് നേരം അധ്വാനിച്ച കുറച്ച് പണിയെടുത്ത ആൾക്ക് ഫുൾ മാർക്കും, നല്ലോണം മെനക്കിട്ട് ഇടങ്ങാറായവന് ജസ്റ്റ് പാസ് മാർക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തോറ്റിട്ടുണ്ടാവും. ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. പരലോകത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല. അതാണ് പരലോകത്തിന്റെ ക്വാളിറ്റി. നിങ്ങളെടുത്ത പണി അവിടെ കാണും. സുബ്ഹാനല്ലാഹ്. അതാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്ത് പണിയാണോ എടുത്തത് അതിനാണ് പരലോകത്ത് കൂലി. അതായത് ഞാൻ പറഞ്ഞത്, പിന്നെ ഇപ്പൊ ഒരേ ക്ലാസ് 2 ആൾ കേൾക്കുകയാണ്. ഒരാൾ വരുന്നത് 10 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ്, ഒരാൾ വരുന്നത് 2 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ്. 2 ആളും കേൾക്കുന്ന ക്ലാസ് ഒന്ന് തന്നെ, 2 ആളും പഠിക്കണ വിഷയം ഒന്ന് തന്നെ, ഒക്കെ ഒന്ന് തന്നെ. പക്ഷെ 10 കിലോമീറ്റർ താണ്ടി വരുന്ന ആൾക്ക് അധ്വാനം കൂടുതലാണ്. 2 ആൾക്കും ഒരേ കൂലി കൊടുക്കൽ നീതിയല്ല. പക്ഷെ പരലോകത്ത് ആ നീതി പോലും പാലിക്കപ്പെടുന്ന അർത്ഥം. 10 കിലോമീറ്റർ അപ്പുറത്ത് വന്നവർ കൂടുതൽ കൂലി അതിനർഹനാണെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകും. പരലോകത്ത് അങ്ങനെയാണ്. നമ്മൾ എന്ത് പണിയെടുക്കുന്നു അതൊക്കെ പരലോകത്ത് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ മീസാനിൽ അതൊക്കെ പരലോകത്ത് പടച്ചോൻ കൊണ്ടുവരും. അതുകൊണ്ട് പരിപൂർണമായ നീതി നടപ്പിലാക്കുന്ന ലോകത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് വന്നതൊക്കെ ഇൻഷാ അല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതെന്ന് മാത്രമല്ല, എന്ത് നന്മയും നമ്മൾ അങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടതെന്ന് പറയാം അല്ലെ. പല സഹാബിമാരൊക്കെ പറഞ്ഞു കാണാൻ സാധിക്കും. ഒരു ഹദീസ് പഠിക്കാൻ വന്ന പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടൊക്കെ അവർക്ക് എങ്ങനെ ഇത് സാധിച്ചു അല്ലെ? ചെറിയ ചെറിയ മസലകളാണ്. ഹുഫമ്മ തടവിട മസലയായിട്ട് ബന്ധപ്പെട്ട് കിലോമീറ്ററുകളും മാസങ്ങളും യാത്ര ചെയ്ത് പോവാണ് ഒരു മസലക്ക് വേണ്ടിയിട്ട്. അവർക്ക് സാധിച്ചത് ഈ ബോധമാണ് അവരെ അതിന് സഹായിച്ചത്. പരലോകത്തൊന്നും പാഴാവൂല എന്നുള്ള ചിന്തയാണ്. ആ ചിന്ത നമുക്കുണ്ടെങ്കിൽ റബ്ബിന്റെ മാർഗത്തിൽ എന്ത് ത്യാഗം ചെയ്യാനും ദീന് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനൊക്കെ അത് ദഅ്വ രംഗത്ത് സജീവമാകാനൊക്കെ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.